ഹായ് ഡിയേഴ്സ്, ഞാൻ കുറേ നാളായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോകാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പം ഞാനിന്ന് ജസ്റ്റ് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം കുറച്ച് സൺസ്ക്രീനാണ് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സാധാരണ നമ്മുടെ നോർമൽ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എൻ്റെ ഫേസിൽ അത്യാവശ്യം പിമ്പിൾസും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മുഖക്കുരു കൂടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സാദാ പൗഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാജലിൻ്റെ സാദാ കൺമഷിയാണ് ഉപയോഗിക്കുന്നത്. കൺമഷി വെച്ചിട്ട് കണ്ണൊന്ന് എഴുതി. ഇന്നലെ വൈകിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂ കിട്ടി കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഭ്രാന്താണ് ഗൈസ്. പിന്നെ ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു, പൊട്ട് തൊട്ടു. അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, കമ്മൽ, മാലയും ഷോളും ഒക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ കൈ ഒരു ശക്കലം വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോളങ്ങ് അഴിച്ചിടാമെന്ന് വിചാരിച്ചു. വളയിട്ടു, പിന്നെ മാലയും കമ്മലും ഒക്കെ ഇട്ടു. പിന്നെ എനിക്ക് കിട്ടിയ മുല്ലപ്പൂ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ് കേട്ടോ. മുല്ലപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്, കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കുത്തിയിരുന്ന് പറിച്ചു. സമയമില്ലാത്തടത്ത് ഞാൻ അതെല്ലാം കുത്തിയിരുന്ന് പറിച്ചു. എന്നിട്ട് അത് കെട്ടി, തന്നെത്താനെയാണ് കേട്ടോ മുല്ലപ്പൂ കെട്ടിയത്. കെട്ടി ചുരിദാറിൻ്റെ ഈ ഷോള് അഴിച്ചിട്ടിരിക്കുന്നത് ചുരിദാർ തയ്ച്ച സമയത്ത് എൻ്റെ കൈ കുറച്ചൊരു ഇച്ചിരി ശകലം കൂടിപ്പോയി. അപ്പോൾ അത് വൺ സൈഡ് ഇടുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഷോളൊന്ന് നിവർത്തിയിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വാച്ച് കിട്ടി. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് അമ്പലത്തിലേക്ക് പോവുകയാണ്. പോയിട്ട് അമ്പലത്തിൽ ചെന്നിട്ടുള്ള ഡീപ്പായിട്ടുള്ള വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തില്ല. കാരണം അമ്പലത്തിൽ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ക്യാമറയും കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് മോശമല്ലേ. അപ്പോൾ ജസ്റ്റ് അമ്പലത്തിൽ ചെന്നിട്ട് അർച്ചനയൊക്കെ കഴിപ്പിച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ ജസ്റ്റ് ഒന്ന് നിന്നു. 1-2 തവണയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി. അവിടെ ആലിലയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി. അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ.